നമസ്കാരം. ദുബായ് KMCC ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സ്നേഹാദരം 2025 കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ദുബായ് KMCC, അതായത് അവിടുത്തെ കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി. അവര് സ്നേഹാദരം 2025 എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു പ്രവാസി കൂട്ടായ്മ. അവര് ദൂരെയാണെങ്കിലും അവരുടെ നാടിനോടും അവിടുത്തെ ചരിത്രത്തോടുമൊക്കെ എത്രമാത്രം ബന്ധം വെച്ചു പുലർത്തുന്നു എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇതൊരു വെറും വാർഷികം എന്നതിനപ്പുറം ആ നാടിന്റെ ഓർമ്മകളെ, അവിടെ സംഭാവന ചെയ്തവരെയൊക്കെ എന്താ പറയാ, സജീവമായി നിലനിർത്താനുള്ളൊരു ശ്രമം കൂടിയാണ്. ശരിയാണ്. ആ ഒരു ശ്രമത്തിനൊരു ചരിത്രപരമായ ഒരു തലം കൂടിയുണ്ടെന്ന് തോന്നുന്നു. ഒഴൂർ എന്ന സ്ഥലപ്പേര് വന്നതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. പഴയ വെട്ടുത്തുനാടിന്റെ ഭാഗമായിരുന്നല്ലോ. അതെ. ആനൂരിലേക്ക് വെള്ളം ഒഴുകുന്ന ഊര്, അതാണ് ഒഴൂരായതെന്നാണ് ഒരു സംസാരം. അപ്പോ സാമൂതിരിയുടെയും കൊച്ചിരാജാവിന്റെയും ഒക്കെ നാടുകൾക്കിടയിലുള്ള ആ പഴയ ചരിത്രത്തിന്റെ ഒരു ഓർമ്മ കൂടി ഒരുപക്ഷെ ഈ ആദരിക്കലിന് പിന്നിലുണ്ടാവാം. ഭൂതകാലത്തെ വെറുതെ ഓർക്കുകയല്ല, അതിനെ ഇപ്പോഴത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോ നോക്കൂ, പഴയ പണ്ഡിതന്മാർ, പൊട്ടങ്ങൾ മൊയ്തീൻ മുസ്ലിയാർ, ഓമച്ചപ്പുഴ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, അവരുടെയൊക്കെ ഓർമ്മയ്ക്ക് ഇപ്പോഴത്തെ പണ്ഡിതരെ ആദരിക്കുന്നു. അതെ, കൊറാഡ് സൈദലിക്കുട്ടി ഫൈസി, KP ഹൈദ്രോസ് മുസ്ലിയാർ, ഇവരെയൊക്കെ. ഇത് വ്യക്തികളെ ഓർക്കുക എന്നതിനപ്പുറം ആ നാടിന്റെ ഒരു വിജ്ഞാന പാരമ്പര്യത്തെ തന്നെയാണ് ബഹുമാനിക്കുന്നത്. അതും പ്രവാസലോകത്തിരുന്നുകൊണ്ട്. ശരിയാണ്. പാണ്ഡിത്യം മാത്രമല്ല, അവിടുത്തെ നാടൻ കലകളെയും മറക്കുന്നില്ല. അപ്പോ എന്താണ് ഈ സ്നേഹാദരം? ഒറ്റനോട്ടത്തിൽ ഒരു അനുസ്മരണ ചടങ്ങ്, പിന്നെ കുറച്ച് ആളുകളെ ആദരിക്കൽ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇതിലൂടെ ഒരു സമൂഹം, എന്താ പറയാ, അവരുടെ ഒരു ചരിത്രം, പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. ഒഴൂരിന് അതിൻ്റേതായ ഒരു പഴയ ചരിത്രമൊക്കെയുണ്ട്. പഴയ വെട്ടത്തുനാടിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതെ. ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു രീതി നോക്കുമ്പോൾ തന്നെ ഇതൊരു വെറും ഓർമ്മ പുതുക്കലല്ല. ഇത് പല തലമുറകളെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടിയാണ്. പിന്നെ പല മേഖലകളിലെ പാണ്ഡിത്യം, കല, റിസർച്ച്, സോഷ്യൽ വർക്ക്, കൃഷി, അങ്ങനെ എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു. അതെ, ഒരുപോലെ അംഗീകരിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ കാണുന്നുണ്ട്. അതാണ് എനിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഓരോ അവാർഡ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചാൽ പഴയ കാലത്തെ നമ്മളെ വിട്ടുപോയ ഒരാളുടെ ഓർമ്മയ്ക്ക്, പക്ഷേ ആദരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആ മേഖലയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലോ കഴിവ് തെളിയിച്ച ഒരാളെയാണ്. ശരിയാണ്. ഇത് ഓർമ്മിക്കപ്പെടുന്ന ആളും ആദരിക്കപ്പെടുന്ന ആളും തമ്മിലൊരു ആശയപരമായ ഒരു ലിങ്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പഴയൊരു കലാകാരൻ കമ്മു സാഹിബ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ഗ്രാമീണ കലാപുരസ്കാരം കൊടുക്കുന്നുണ്ട്. ആർക്കാണത്? അത് നെച്ചിക്കാട്ട് പോക്കർ ഹാജിക്ക്. മാപ്പിളപ്പാട്ടും പടപ്പാട്ടുമൊക്കെ പാടി നടന്ന ഒരാള്. അപ്പോ സമൂഹത്തിന്റെ സാംസ്കാരികമായ ഒരു തുടിപ്പ് നിലനിർത്തിയവരെയും ഓർക്കുന്നു. അതെ, പാരമ്പര്യത്തെ ബഹുമാനിക്കുന്നു, അതോടൊപ്പം പുതിയ അറിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതാണ് ആ ഗവേഷണത്തിനുള്ള അവാർഡ് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ചെറുപ്പത്തിലെ മരിച്ചുപോയ തറമ്മൽ മമ്മദ് സാഹിബ് വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം. അത് കിട്ടുന്ന ആർക്കാണെന്നറിയോ? ഡൽഹി JNUവിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത മുണ്ടത്തോട്ട് സൗദക്ക്. അവരുടെ ഗവേഷണ വിഷയം എന്തായിരുന്നു? മലബാറിലെ കൊളോണിയൽ കാലത്തെ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. അപ്പൊ നോക്കൂ, ചരിത്ര ഗവേഷണത്തിന് വരെ പ്രോത്സാഹനം. ശരിയാണ്. ചരിത്രകാരന്മാര് മാത്രമല്ല, ആ നാടിന് എന്താ പറയാം, അടിസ്ഥാനമിട്ട ആളുകള്, അവരെയും ഓർക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഓത്തുപള്ളിയിലൂടെയൊക്കെ മലയാളം പഠിപ്പിച്ചവരില്ലേ? മണ്ണിൽ അഹമ്മദ് മൊല്ല, പണിക്കോട്ടിൽ കമ്മു മൊല്ല, പഴയ കാലത്തെ അധ്യാപകർ. അതെ, അവരുടെ ഓർമ്മയ്ക്കായിട്ട് ചരിത്രകാരനായ റഷീദ് CKയെയും പിന്നെ പാരമ്പര്യ കർഷകനായ തറമ്മൽ ബാവയെയും ഒക്കെ ആദരിക്കുന്നുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കർഷകനുമായിരുന്ന CP പോക്കർ, കുഞ്ഞുമോനെന്നറിയപ്പെട്ടിരുന്ന ആളുടെ പേരിൽ. ആ പുരസ്കാരം കിട്ടുന്നവരിൽ റാബിയ എന്നൊരു വനിതയുണ്ട്. അതോടൊപ്പം മുഹമ്മദ് ഹാജി തറമൽ, ഹംസ ഹാജി ഉഴൂർ തുടങ്ങിയ കർഷകരുമുണ്ട്. അപ്പോൾ ഒരു വനിതാ കർഷകയെ മുൻനിരയിൽ കൊണ്ടുവരുന്നത് അത് കാർഷിക പാരമ്പര്യത്തെ മാത്രമല്ല, സ്ത്രീ ശാക്തീകരണത്തെയും കൂടെ കാണിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണവും. അതെ, അല്ലേ? പണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറവായിരുന്ന കാലത്ത്
വീട്ടിലിരുന്ന് ഖുറാൻ പഠിപ്പിച്ചിരുന്ന പുന്നക്കൽ ഫാത്തിമക്കുട്ടി. അതെ, ഫാത്തിമക്കുട്ടിയുടെ ഓർമ്മയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബയെ ആദരിക്കുന്നു. അപ്പൊ നോക്കൂ, എല്ലാ മേഖലകളെയും കല, പാണ്ഡിത്യം, ഗവേഷണം, കൃഷി, സാമൂഹിക പ്രവർത്തനം, സ്ത്രീ മുന്നേറ്റം എല്ലാത്തിനെയും അവർ ചേർത്തു പിടിക്കുന്നു. വെറും വാർഷികാഘോഷമല്ല. ഒഴൂർ എന്ന ആ നാടിന്റെ ഭൂതകാലം, വർത്തമാനകാലം, അവിടുത്തെ പലതരത്തിലുള്ള ആളുകൾ, പണ്ഡിതർ, കലാകാരന്മാർ, കർഷകർ, ഗവേഷകർ, സാമൂഹിക പ്രവർത്തകർ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന, ഓർക്കുന്ന ഒരു ശ്രമമാണ്. ശരിയാണ്. ഓരോ അവാർഡും ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ മൂല്യത്തെയാണത് ഉയർത്തിപ്പിടിക്കുന്നത്. പഴയ തലമുറയുടെ അധ്വാനത്തെയും ഇപ്പോഴത്തെ തലമുറയുടെ നേട്ടങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ സമൂഹത്തിന്റെ ഒരു ഐഡന്റിറ്റി അതൊന്നുകൂടി ഉറക്കുകയാണ്. അതെ, നാടിന് വെളിച്ചമായവരെ അല്ലെങ്കിൽ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തവരെ അടുത്ത തലമുറ അറിയണം, ബഹുമാനിക്കണം. ആ ഒരു പ്രാധാന്യം ഇത് കാണിക്കുന്നുണ്ട്. ദൂരെയാണെങ്കിലും നാടിനോടുള്ള സ്നേഹം, ആ കടപ്പാട് അതെത്ര വലുതാണെന്നത് കാണിച്ചു തരുന്നുണ്ട്. ശരിക്കും ഒരു പുരസ്കാരദാന ചടങ്ങ് എന്നതിനപ്പുറം ഇതിന് ഒരുപാട് സാമൂഹികമായ മാനങ്ങളുണ്ട്. തീർച്ചയായും. ഈ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും ഒരു ചിന്ത വന്നിട്ടുണ്ടാവാം. അതായത്, സ്വന്തം നാടിന്റെ ചരിത്രം, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ചെയ്തു ചിലപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ, ഇതൊക്കെ ഇതുപോലെ ഓർക്കാനും അടുത്ത തലമുറയിലേക്ക് കൈമാറാനും നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാടുകൾ, കൂട്ടായ്മകൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട്, അതൊന്ന് ആലോചിക്കാവുന്നൊരു കാര്യമാണ്.